ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. ആരാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ആൾ വന്നതാണ്, ഞാൻ കറക്റ്റ് ആൾ വരുന്ന അതേ ടൈമിലാണ് കേട്ടോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്ന ഉടനെ തന്നെ ഞാൻ ചെയ്യണ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അറേഞ്ച് ചെയ്യുക. അത് മെയിനാണ് കേട്ടോ. ഞാൻ എപ്പോൾ വന്നാലും വീട്ടിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും എന്താണെങ്കിലും ആദ്യം ഞാൻ ഫുഡ് അറേഞ്ച് ചെയ്യും. വേറൊരു മണിക്കൂർ എന്നെ കിട്ടൂല. അപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളി ബിരിയാണി കേട്ടോ. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും അതിൻ്റെ രുചിയും മണവും എൻ്റെ നാവിലും മൂക്കിലും നിന്ന് ഇങ്ങനെ കളിക്കുകയാണ്. താത്താൻ്റെ ബിരിയാണിയാണ്. ഓള് ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ്. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഓള് മെയിനാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കഴിക്കലിൻ്റെ കാര്യത്തിലും മേക്കപ്പിൻ്റെ കാര്യത്തിലും ഈ അടിച്ചുപൊളി നടത്തതിൻ്റെ കാര്യത്തിലും മാത്രമേ ഉള്ളൂ. കുക്കിംഗ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോകില്ല. ഓൾക്ക് ഭയങ്കര കൈപ്പുണ്യാണ്. അപ്പോൾ ഓളെ ബിരിയാണി ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ കുത്തിപ്പെറുക്കി തിന്നാണ് കേട്ടോ. അമ്മ എന്നെ ഓരോന്ന് പറയുന്നുണ്ട്. കുട്ടീനെ കൊണ്ടാതെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അനുമോനെ സ്കൂളിലാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് നോക്കി നടക്കുകയാണ്. വീഡിയോ എടുക്കുന്ന ആൾ എൻ്റെ ബ്രദറാണ്. അപ്പം നടുവത്ത് ബ്രദർ വന്നിട്ടുണ്ട്. ഓനാണ് വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ഞങ്ങൾ പിന്നാലെ നടന്ന് ഓരോ വീഡിയോ എടുക്കാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കുന്ന ബുദ്ധിമുട്ടൊന്നും അന്നത്തെ ദിവസം ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ നമ്മളെ ഗസ്റ്റുകൾക്ക് നമ്മൾ ഫുഡ് വിളമ്പുകയാണ്. അപ്പോൾ അതിനും ഞാൻ മുൻപിലുണ്ടാവും കേട്ടോ. വിളമ്പാൻ തന്നെ വീഡിയോ എടുക്കുന്ന ടൈമിൽ അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് മാറിക്കും, താത്താൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇപ്പോൾ നിഷാക്ക് ഉണ്ടായിരുന്നു, മാമൻ ഉണ്ടായിരുന്നു, പിന്നെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റ് ആരാന്നറിയണ്ട. അപ്പോൾ നമ്മൾ മുൻപത്തെ വീഡിയോ കാണുന്നവർക്കറിയാം, മുത്തമ്മ കാനഡയിൽ നിന്ന് വന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മുത്തമ്മേൻ്റെ മരുമകളാണ് കേട്ടോ. മരുമകളെന്ന് പറയാൻ പറ്റില്ല, മകൾ തന്നെയാണ്. അപ്പോൾ മരുമകളാണ്. ഇതാണ് ആൾ. അപ്പോൾ ആളും ആളുടെ ഉമ്മയും കൂടിയും കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അനിയത്തിയുടെ കല്യാണമാണ്. ജാസ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ജാസിൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്. ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഇതുപോലെ കൊടുത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ കൊടുക്കുന്നതും കല്യാണം പറയുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പോല് കഴിച്ച് കഴിഞ്ഞിട്ട് ഇൻവിറ്റേഷൻ കാർഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ആൾ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ആളെ വീഡിയോസൊക്കെ വഴിയെ ഇനി ഇങ്ങനെ വരും. ഞങ്ങൾ കല്യാണ വീഡിയോസ് മുഴുവൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളെ വീഡിയോ ഫുള്ള് കല്യാണ വീഡിയോസൊക്കെ കേട്ടോ. കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കണം എന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് ജാസിൻ്റെ ഉമ്മയും പിന്നെ ബ്രദറിൻ്റെ ഫ്രണ്ടും ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മയും ഓലും കൂടിയും കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബാക്കിയുള്ള ഓരോ കുടുംബത്തിലും നമ്മൾ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓല് എവിടെ പോവുകയാണെങ്കിലും ഞാനും ഉണ്ടാവലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായില്ല കേട്ടോ. ഓല് പോയി കഴിഞ്ഞിട്ട് നല്ലൊരു മഴ പെയ്തിട്ടോ, നല്ല അടിപൊളിയൊരു മഴ. അതൊക്കെ കണ്ട് പിന്നെ ഞാൻ മഴ തുറന്നപ്പോഴത്തേക്കും സൈനമാൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് ഓല് വരുമ്പോഴത്തേക്കും അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ. മഴ തുറന്നപ്പോഴത്തേക്കും ഞാനും അനുമോനും കൂടി അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഓലെ കൂടെ പോകാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, അനുമോനെ കൊണ്ടാതെ പോന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ സ്കൂളിട്ട് വരുമ്പോൾ എന്നെ അവിടെ കാണണം, അല്ലെങ്കിൽ ഓന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പോയില്ല. അനുമോൻ സ്കൂളിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ നേരെ സൈനമാൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുടയൊക്കെ ചൂടി. ഇരുട്ട് എന്ന് പറഞ്ഞാൽ മഴയും കാരണമൊക്കെ ആണ്. ഇരുട്ട് അത്ര ഇരുട്ടൊന്നും ആയിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ കുടയും ചൂടി പോയി നേരെ സൈനമാടെ ചെന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും സുനീറയും പാത്തും ഉണ്ടായിരുന്നു അവിടെ. അവർ അലനല്ലൂർ ഷോപ്പിങ്ങിന് പോയി തിരിച്ച് വന്ന ടൈമായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. സുനീറ എന്ന് പറയുന്നത് എൻ്റെ താത്തട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്ന് പാത്തു ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം വിളിക്കാൻ പോയിട്ട് കുറച്ചധികം ടൈം പോലും വൈകിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജാസ് നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വരവാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് സംസാരിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് കുറേ കഴിഞ്ഞിട്ട് കാണല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈമൊക്കെ വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ ഓല് കുറച്ച് മുകളിലാണ് വന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല മഴ ആയതുകൊണ്ട് ഞാൻ കുട കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു. വെള്ളമൊക്കെ കണ്ടില്ലേ നല്ലപോലെ വരുന്നുണ്ടായിരുന്നു. ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മഴയുടെ ഇരുട്ടും പിന്നെ കുറച്ചൊക്കെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി കുറച്ച് മുകളിലുള്ള വീട്ടിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ സൈനമാൻ്റെ വീട്ടിലെത്തിട്ടോ. അവിടെ ചായയും എണ്ണക്കടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കഴിച്ച് സംസാരിച്ചിരുന്നു. പിന്നെ കല്യാണം പറയലൊക്കെ കഴിഞ്ഞ് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയി. കല്യാണം പറയുന്നത് പറയുന്നത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അവിടെ നിന്ന് കല്യാണം പറയുന്നത് എടുക്കാൻ വിട്ടുപോയി വീഡിയോ. അപ്പോൾ അടുത്തത് മാമൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴും ചായയും എണ്ണക്കടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ പൂവട ഉണ്ടായിരുന്നു കേട്ടോ. അതാ പൂവടയും പഴംപൊരി ഉണ്ടായിരുന്നു. ചായ വേണം ജാസ് ആദ്യമേ ചെന്ന് മുൻകൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ എടുത്തിട്ടുണ്ടായില്ല. എല്ലാവരും ഓരോ പൂവടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ജാസ് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നാളെ മറ്റന്നാളായിട്ട് വീഡിയോ ആയിട്ട് കാണേണ്ടി വരുമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവിടെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ കൊടുത്ത് കല്യാണമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ. അടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ
എൻ്റെ വീട്ടിലേക്കാണ് ഷാജാൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അട്ട ഡ്രസ്സിൽ കയറി കൂടി കേട്ടോ. കാരണം അവിടെ പോകുമ്പോൾ ഞാനും കൂടി വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാനോടും ഉപ്പാനോടൊക്കെ ഇൻവിറ്റേഷൻ കാർഡ് ഇങ്ങനെ കൊടുത്ത് ആൾ കല്യാണമൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് കല്യാണമൊക്കെ പറയുന്നുണ്ടായിരുന്നു. കല്യാണമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അവർക്ക് നല്ല ടൈം വൈകിട്ടുണ്ടായിരുന്നു. ജാസിന് വീട് പണി നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കല്യാണ വഴിയുടെ ടെൻഷനും ഒക്കെ പാടായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എത്ര അർജൻറ്റ് ഉണ്ടെങ്കിലും ഓരോ വീട്ടിൽ കയറിയാലും നല്ല രീതിക്ക് കല്യാണം പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ജാസ് നല്ലോണം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. നമ്മളെ കൂട്ടത്തിലൊക്കെ കൂടാൻ പറ്റിയ ആളാണ്. എത്ര വേണമെങ്കിലും ആൾ ഇരുന്ന് സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. എത്ര ജോലി തിരക്കാണെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ നല്ലോണം സംസാരിക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് കല്യാണം വിളിക്കാൻ വന്നത് ഇവിടെയാണ് കേട്ടോ. എൻ്റെ കസിൻ്റെ വീട്ടിൽ. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ 60 പരിപാടിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ലാസ്റ്റ് കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. കുട്ടിക്ക് ഏകദേശം ഒരു 90 ഡേയ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ആൾക്ക് കളിയും ചെറിയൊക്കെ തുടർത്തിയിരിക്കണു. കുറച്ച് നേരമൊക്കെ കൊഞ്ചിച്ച് ഞാൻ ജാസിനെ യാത്രയാക്കാൻ വേണ്ടി പോയി. ഓലെ അവിടെ നിന്ന് നേരെ പോയിട്ടോ നാട്ടിലേക്ക്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് അങ്ങനെ പോരാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ വണ്ടിയിൽ. ഓലെ അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.